ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന പശുപാലിൽ നിന്ന് പാട മാറ്റി വെച്ച് നമുക്കത് നല്ല അടിപൊളി വെണ്ണയാക്കി എടുക്കാം. എന്നിട്ട് അത് ഉരുക്കി നെയ്യാക്കി സൂക്ഷിച്ചു വയ്ക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ദിവസത്തെ പാൽപ്പാട മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഒരു 3 ആഴ്ച വരെയുള്ള പാൽപ്പാട നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഫ്രീസറിലല്ല, താഴത്തെ തട്ടിലാണ് സൂക്ഷിച്ചു വയ്ക്കേണ്ടത്. ഇനി നമുക്ക് ആ പാൽപ്പാട എല്ലാം അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പം നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റ് നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. നോർമൽ വാട്ടറിൽ തന്നെയാണ് കഴുകിയെടുക്കുന്നത്. ആ കഴുകിയെടുത്ത് നമുക്ക് ആ വെണ്ണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ തൈരിൽ നിന്ന് കടഞ്ഞെടുത്ത പോലത്തെ അതേ വെണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതേ സ്വാദാണിതിന്. ഇനി നമുക്കത് ഉരുക്കി നെയ്യാക്കി സൂക്ഷിച്ചു വയ്ക്കാം. അതിനായിട്ട് അടി കെട്ടിയുള്ളൊരു പാത്രത്തിൽ വേണം ഇത് ചെയ്യാൻ. മീഡിയം ഫ്ലെയിമിൽ വേണം ഈ വെണ്ണ നമുക്ക് ഉരുക്കിയെടുക്കാൻ. ഇല്ലെങ്കിൽ ഈ വെണ്ണയുടെ കളറും മാറും, മണവും മാറും, അതിൻ്റെ രുചി മാറും. അപ്പോൾ ഈ വെണ്ണയിൽ നിന്ന് പതച്ച് വരും. ആ പത വരുന്നത് നിൽക്കണം. ആ പത വരുന്നത് നിന്നാലാണ് നെയ്യിൻ്റെ പാകമാവുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവും. അതിന് വെള്ളത്തിൻ്റെ അംശം നിൽക്കണ കാരണമാണ് അതിങ്ങനെ പതച്ച് വന്നിരുന്നത്. ഇപ്പോൾ പതവെല്ല് നിന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം കരടൊന്നും ഉണ്ടാവില്ല. ഇത്രയും പൊടിയാണ് നമുക്ക് അരിച്ചപ്പോൾ കിട്ടിയത്. ഇനി ആ നെയ്യ് നമുക്ക് ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കി സൂക്ഷിച്ചു വയ്ക്കാം. അപ്പോൾ ആർക്കും നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇനി പാൽപ്പാടയൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.